ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. ഞാൻ ഇന്നൊരു കോഡിങ് വീഡിയോ ആയിട്ട് ബന്ധപ്പെട്ടിട്ടല്ല വന്നത്. അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഇത് സീരിയസ് പോലെയാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സൊക്കെ ചോദിച്ചിരുന്നു, ജസ്റ്റ് കോഡിങ് അല്ലാതെ നമുക്കിപ്പോൾ പവർ പോയിന്റ്, മൈക്രോസോഫ്റ്റ് ഓഫീസ്, പിന്നെ വേർഡ് അതൊക്കെ ഒന്ന് ചെയ്യും. ഞാൻ ജസ്റ്റ് ഇന്നൊന്ന് പവർ പോയിന്റിൻ്റെ ഇത് ജസ്റ്റ് ഒന്ന് എല്ലാം പറഞ്ഞുതരാമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ്. എൻ്റെത് 2021 വേർഷനാണ്. ഞാൻ ജസ്റ്റ് ഇതാണ് നമ്മൾ ഓൺ ചെയ്യുമ്പോൾ വരുന്ന സ്ക്രീന്. ഇതിൽ ജസ്റ്റ് ഹോം ന്യൂ ഓപ്പൺ ഉണ്ടാവും. ഓപ്പൺ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ ഓൾറെഡി ഉള്ളത് ചെയ്യാം. അഥവാ ന്യൂ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടെംപ്ലേറ്റ് ചെയ്യാം. ഞാനിപ്പോൾ തൽക്കാലത്തേക്ക് ബ്ലാങ്ക് പ്രസൻറ്റേഷന്. അപ്പം ഇങ്ങനെ ഒരു സ്ക്രീൻ ആയിരിക്കും. ഞാൻ ജസ്റ്റ് ടൈറ്റിൽ കൊടുക്കുന്നത് ഞാൻ ചെയ്യാമെന്ന് വിചാരിക്കുന്ന ഒരു ടൈറ്റിൽ നമുക്ക് സൈബർ സെക്യൂരിറ്റിയെ കുറിച്ച് ചെയ്യാമെന്ന്. അപ്പം നമ്മൾ സൈബർ സെക്യൂരിറ്റി താഴെ ജസ്റ്റ് ബൈ ജസ്റ്റ് നമ്മള് ഒന്ന് ഇങ്ങനെ കൊടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് വേണ്ടടുത്ത് ഇതൊന്ന് അറേഞ്ച് ചെയ്യാം. അപ്പൊ നിങ്ങൾ അതിലേക്ക് പോകുമ്പോൾ ഈ ഒരു 4 സൈഡ് പ്ലസിന്റെ ഐക്കൺ വരുമ്പോൾ ജസ്റ്റ് ഒന്ന് ലെഫ്റ്റ് ക്ലിക്ക് ഹോൾഡ് ചെയ്ത് പിടിച്ചിട്ട് മാറ്റിയാൽ മതി. നിങ്ങൾക്കിപ്പോൾ ഇതിൻ്റെ ഫോൺ സൈസ് കുറക്കണമെങ്കിൽ ഇവിടെ നമുക്ക് ഫോണ്ടൊക്കെ മാറ്റാം. ഇത് വേണമെങ്കിൽ ആക്കാം. നത്തിങ് എൽസ്, സോറി, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആക്കാം. അപ്പോൾ ഇതിലാണ് ഫോണ്ട് കൊടുക്കുക. നമുക്ക് 100 എത്രയോ വരുന്നുണ്ട്. നമുക്ക് തൽക്കാലത്തേക്ക് ഇത്ര മതി എന്ന് തോന്നുന്നു. കുറച്ചും കൂടി ചെറുതാക്കിയാൽ നന്നായിരിക്കും. അത് നിങ്ങൾക്ക് ഫോണ്ട് അങ്ങനെ കണക്കൊന്നും കാൽക്കുലേഷൻ ഇല്ലാതെ ജസ്റ്റ് കുറക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ എന്റെ അടുത്തൊരു ബിഗ് ആരോ ഉണ്ട്, സ്മോൾ ആരോ ഉണ്ട്. അപ്പം അത് ക്ലിക്ക് ചെയ്തിട്ട് മാറ്റിയാലും മതി. ഇതൊന്ന് ജസ്റ്റ് ഈ ടെക്സ്റ്റിന് കണക്കായി ആക്കാം കേട്ടോ. അത് നിങ്ങളിഷ്ടമാണ്. ശേഷം ഞാൻ ഇതിൻ്റെ ഫോണ്ട് ജസ്റ്റ് ഒന്ന് ഇത് വേണ്ട, ഇത് കൊടുക്കാന്നിരിക്കും. ഞാൻ ജസ്റ്റ് ഇതും കൂടി റിയൽ അറേഞ്ച്മെന്റ് ആയിട്ട് നമുക്ക് വെക്കാം. അതിനുശേഷം നമുക്ക് ചെറിയൊരു ഇമേജ് കൊടുക്കാം. അപ്പോൾ ഇവിടെ കുറേ ടാബ്സ് ഒക്കെ കാണുന്നുണ്ട്. അപ്പം ഞാൻ ജസ്റ്റ് ടൈറ്റിൽ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഞാൻ ബാക്കിയെല്ലാം പറഞ്ഞുതരാം. അപ്പം നമ്മൾ ഇവിടെ കുറേ ടാബ് ഉണ്ട്. ഈ ഫയല് ക്ലിക്ക് ചെയ്താൽ എന്താവും, ഈ ടാബിന് പോയി നമ്മൾ ആദ്യം പവർ പോയിന്റ് ഓൺ ചെയ്യുമ്പോൾ ഒരു ഇത് വന്നിട്ടുണ്ടായിരുന്നു. അതിലേക്കാണ് പോവുക. നമ്മൾ ഹോം പേജിലായിരിക്കും. അതുപോലെ ഞാനിപ്പോൾ ഈ ടെക്സ്റ്റ് സെലക്ട് ചെയ്താൽ ഇവിടെ ഏരിയൽ ബ്ലാക്ക് ആ ടെക്സ്റ്റിനുള്ള കാര്യങ്ങളെല്ലാം വരും. ജസ്റ്റ് ഒന്ന് ഇവിടെ ക്ലിക്ക് ചെയ്താൽ എല്ലാം പോകും. അപ്പോൾ ഞാൻ ഫസ്റ്റ് മുതലേ ഈ ടാബിലുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞുതരാം. ഫസ്റ്റ് ഇവിടെ ഇരുന്ന പേസ്റ്റ് എന്നുള്ളത് നമ്മളിപ്പോൾ ജസ്റ്റ് ഞാൻ പറയുന്നതാണ്. ജസ്റ്റ് ക്രോമിൽ പോയി ഇത് ഞാൻ ഡ്യൂപ്ലിക്കേറ്റ് ടെക്സ്റ്റ് ജനറേറ്റ് ചെയ്യുന്ന ഒരു സംഭവമാണ്. ഇത് ഞാൻ ആ കോഡിങ് സംഭവത്തിൽ ചിലത് നമ്മൾ പഠിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. മീൻസ് നമുക്ക് അന്നേരം ഇതൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ജസ്റ്റ് ഈ വെബ്സൈറ്റ് പോയതിനു ശേഷം ജനറേറ്റ് ലോറമിറ്റ്സ് എന്നുള്ളത് ചെയ്യുന്ന മുന്നേ നമുക്ക് കിട്ടിയിട്ടുണ്ടാവും. എത്ര വേണ്ടതെന്ന് വെച്ചാൽ എടുത്താൽ മതി. ഞാനിപ്പോൾ ജസ്റ്റ്
എനിക്ക് ഇത്രയുണ്ട്. ഇതിനും പ്രത്യേകിച്ച് മീനിങ് ഒന്നുമില്ല, അതുകൊണ്ട് ശ്രദ്ധിക്കണം. ഇപ്പം ഞാൻ അത് കോപ്പി ചെയ്തു. ഞാനിത് ജസ്റ്റ് ഒന്ന് പേസ്റ്റ് കൊടുത്ത ഇത് ഇവിടെ വന്നു. ഇതാണ് ഞാൻ ഉദ്ദേശിച്ച ആ പേസ്റ്റിനെ കൊണ്ട്. ഇത് നമുക്കിപ്പോൾ ആവശ്യമില്ല, അതുകൊണ്ട് ആ ആരോ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഡിലീറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ പോകും. അപ്പം അത് കഴിഞ്ഞാൽ വരുന്ന ഇതിവിടെ കുറേ ഇതിപ്പോൾ സെലക്ട് ചെയ്ത് ഇവിടെ കട്ട് ചെയ്യാം. പിന്നെ ഇത് കോപ്പി ചെയ്യാം, ഡ്യൂപ്ലിക്കേറ്റ്. ഇപ്പം ഡ്യൂപ്ലിക്കേറ്റ് ക്ലിക്ക് ചെയ്താൽ അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് വന്നു. ഇത് വേണമെങ്കിൽ നമുക്ക് ആനിമേഷനിലോ ഒക്കെ ഇപ്പോൾ ജസ്റ്റ് ഒരു ചെറിയ ആനിമേഷനൊക്കെ പോലെ. അതിപ്പോൾ ജസ്റ്റ് ലീവ് ഇറ്റ്. അപ്പോൾ നമുക്ക് ബാക്കി പറയാം. ഇവിടെയാണ് ന്യൂ സ്ലൈഡ്. നമുക്ക് ഇത് ക്ലിക്ക് ചെയ്താൽ ഒരു ബ്ലാങ്ക് വരും. നമുക്ക് ആ ഫസ്റ്റത്തെ പേജ് സെക്കൻഡ് പേജ് പോലെ. അപ്പോൾ അതെനിക്ക് ആവശ്യമില്ല, അതുകൊണ്ട് ഞാൻ ഈ ടെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ താഴെ എനിക്ക് ആവശ്യമുള്ള കുറച്ച് സംഭവമുണ്ട്. വേണമെങ്കിൽ എനിക്ക് ബ്ലാങ്ക് എടുക്കാം, അല്ലെങ്കിൽ ടൈറ്റിൽ മാത്രമുള്ള എടുക്കാം, 2 കണ്ടന്റുള്ള എടുക്കാം. ഞാൻ ഇപ്പം ജസ്റ്റ് ബ്ലാങ്ക് കൊടുക്കുകയാണ്. ഇപ്പോൾ വന്നു. പിന്നെ ലേഔട്ട് ആ തീം പോലെ അതേ സംഭവം തന്നെയാണ്. പിന്നെ റീസെറ്റ് എന്ന് വെച്ചാൽ നമ്മൾ ആദ്യം ആ സ്ലൈഡ് എങ്ങനെയാണോ അതിലേക്ക് തിരിച്ചു പോകും. സെക്ഷന് മെയിനായിട്ട് ആവശ്യമൊന്നുമില്ല. പിന്നെ ഇവിടെയുള്ള സ്ഥലങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ജസ്റ്റ് നമ്മളൊരു ടെക്സ്റ്റ് ആഡ് ചെയ്യോ അല്ലെങ്കിൽ സെലക്ട് ചെയ്തു. അപ്പം ഇത് ബി അടിച്ചാൽ ഇവിടെ ഒരു ബോക്സ് വന്നിട്ടുണ്ടാവും. അന്നേരം ഇവിടെ ഒരു ബോൾഡ് കളർ, ഇത് ഓൾറെഡി ഞാൻ ഏരിയൽ ബ്ലാക്ക് ആയതുകൊണ്ട് ബോൾഡാണ്. പിന്നെ ഇത് ക്ലിക്ക് ചെയ്താൽ ജസ്റ്റ് ഒന്ന് ഇറ്റാലിക് ആവും. മീൻസ് ജസ്റ്റ് ഒന്ന് റൈറ്റിലേക്ക് ചെരിഞ്ഞ് നിൽക്കും. അതും വേണ്ട, നമ്മൾ ഇത് കൊടുത്താൽ അതിന് മൊത്തമായി ഒരു അണ്ടർലൈൻ വരും. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഷാഡോ കൊടുക്കും. നമ്മൾ നേരത്തെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തിട്ട് കൊടുത്തിട്ടില്ലായിരുന്നു, അതേപോലെ. ഇത് മെയിനായിട്ട് ആരും ഉപയോഗിക്കാറില്ല. അത് നമ്മൾ ടെക്സ്റ്റൊക്കെ ഇതാക്കുമ്പില്ലേ, അങ്ങനെ ഉപയോഗിക്കാറുണ്ട്. ഇത് നമ്മുടെ അതെങ്ങനെയാണ് നിൽക്കേണ്ടത് എന്നുള്ളൊരു സംഭവം. ഇത് ഫുൾ അപ്പർ കേസ് ആണോ, ക്യാപിറ്റലൈസ് ഈച്ച് വേർഡ് ആണോ, ടോഗിൾ കേസ് ആണോ, ലോവർ കേസ് ആണോ, അതേപോലെയൊക്കെ. സെന്റൻസ് കേസ് ആണെങ്കിൽ ഇങ്ങനെ വരും, ലോവർ കേസ്, അപ്പർ കേസ്. ലീറ്റ് അത്രേ ഉള്ളൂ. പിന്നെ ഇത് ഞാൻ പറഞ്ഞ പോലെ ഫോണ്ട് സൈസ്, ഇത് ഫോണ്ട്. പിന്നെ ഇത് ക്ലിക്ക് ചെയ്താൽ എല്ലാം പണ്ടത്തെ പോലെയോ ആ ടെക്സ്റ്റ് ആദ്യം എങ്ങനെ ഉണ്ടായിരുന്നു അതേപോലെ. അപ്പം ഇതാണ് ഫോണ്ടിൻ്റെ കളർ മാറ്റം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ക്ലിക്ക് ചെയ്താൽ റെഡ് ആവും അടുത്തായുള്ള കളറ്. അല്ലെങ്കിൽ ഈ ആരോ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള കളർ സെലക്ട് ചെയ്യാം. ഞാൻ ഇപ്പം വൈറ്റ് എടുക്കാം. ഞാൻ ഈ സ്ലൈഡിൻ്റെ കളറൊന്ന് മാറ്റുന്നു. അപ്പോൾ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ചിലർക്ക് ക്ഷമയുണ്ടാവില്ല. നമ്മുടെ സാധാരണ എന്തെങ്കിലും തിരക്കിനൊക്കെ ചെയ്യുമ്പോൾ അപ്പോൾ സമയത്തൊക്കെ നമ്മൾ ചിലത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോയാൽ ചിലപ്പോൾ മൊത്തം പോവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇതാണ് ഹൈലൈറ്റർ. അപ്പോൾ ഗ്രീൻ കൊടുത്താൽ ഗ്രീൻ വരും, ഓറഞ്ച്, ബ്ലൂ, കുറേ കളേഴ്സ് ഉണ്ട്. ഇത് ജസ്റ്റ് ഞാൻ നോ കളർ കൊടുക്കുമ്പോൾ ഒരു കളറും വരില്ല. പിന്നെ ഇതാണ് അലൈൻമെൻറ്റ് സെഷൻ. ഇത് നമുക്കിപ്പോൾ പോയിന്റ് ആയിട്ട് വേണോ, അതാണിത്. അതിനുശേഷം ഇത് നമ്മുടെ 1 2 3 റോമൻ നമ്പർ ആ സംഭവമാണ്. പിന്നെ ഇത് നമ്മുടെ ടെക്സ്റ്റിനടുക്കൽ ലൈൻ സ്പേസിങ്. ഇത് 1 കോളമിലേക്കണോ 2 കോളമിലേക്കണോ 3 കോളം അങ്ങനെ തന്നെ. പിന്നെ ഇതാണ്
ഇങ്ങനെ തന്നെ നിന്നാൽ കറക്റ്റായിട്ട് നിൽക്കും. ഇങ്ങനെ നിന്നാലും ലെഫ്റ്റിൽ മീൻസ് ഈ സൈഡിൽ കണ്ട ഈ സൈഡ് ഇവിടെ പോയി നിൽക്കും. നമ്മൾ സാധാരണ ഇവിടെ ഫസ്റ്റ് ഹെഡിങ് ഒക്കെ സെൻറ്ററിലാണ് കൊടുക്കുക. അപ്പം പിന്നെ ഇവിടെ ചെയ്യാനുള്ള ടെക്സ്റ്റ് ഡെക്കറേഷൻ ഹൊറിസോണ്ടൽ ആയിട്ട് വേണം. ഇപ്പം റൊട്ടേറ്റ് ആക്കിയാൽ അങ്ങനെ ഒരു അത് അത്ര ആരും ഉപയോഗിക്കാറില്ല. ഇതിവിടെ പോയല്ലേ, അത് ജസ്റ്റ് അങ്ങനെ യൂസ് ചെയ്യുന്നേ ഉള്ളൂ. പിന്നെ അലൈൻ ടെക്സ്റ്റ് ടോപ്പിൽ എത്തിക്കണോ, നമ്മുടെ ഈ ബോക്സിൻ്റെ ഉള്ളിൽ ബോക്സ് എവിടെയാണെങ്കിൽ അലൈൻ ടെക്സ്റ്റ് മിഡിൽ കൊടുത്താൽ അതിനെ മിഡിലേക്കും, ബോട്ടമിലേക്ക് കൊടുത്താൽ ബോട്ടമിലേക്കും. ഇപ്പോൾ മനസ്സിലായിട്ടില്ലേ? ഞാൻ എൻ്റെ പഴയ സ്ഥലത്ത് തന്നെ കൊടുക്കുകയാണ്. ജസ്റ്റ് ദിസ് കൺവേർട്ട് ഇൻ ടു സ്മാർട്ട് ആയിട്ട് അത് ഞാൻ അധികം ഉപയോഗിക്കാറില്ല. അത് ജസ്റ്റ് ഈ റീസൈക്കിളൊക്കെ ഇല്ലേ, റിയൽ സൈക്കിളല്ല, മറ്റേ എഗ്ഗിന്ന് പൂമ്പാറ്റ് അല്ല, സോറി, അതേപോലെയൊക്കെ. ഇത് ഷേപ്സ് കൊടുക്കാനുള്ളതാണ്. ഷേപ്സ് കൊടുത്ത് ഞാൻ ഇവിടെ വരച്ചാൽ ഷേപ്പ് വന്നു. അത് ഇതത്ര ഉള്ളത് അത്ര ഇല്ല, ജസ്റ്റ് ഡിലീറ്റ് ആക്കിയ. പിന്നെ അത് അറേഞ്ച് ചെയ്യുന്നതാണ്. പിന്നെ ഫൈൻഡ് ചെയ്യാൻ ഇതൊക്കെ നിങ്ങൾക്ക് അറിയായിരിക്കും. ഫൈൻഡ് ചെയ്യല്, റീപ്ലേസ്, നമ്മൾ റീപ്ലേസ് ഇതൊക്കെ ഇല്ലേ, അതൊക്കെയാണ്. പിന്നെ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം, ഒരു സംഭവം ഞാൻ നേരത്തെ ചെയ്യാൻ നോക്കുന്നു. ഇത് ഇടയ്ക്കിടയ്ക്ക് മറന്നു പോകാൻ സാധ്യതയുണ്ട്. ഞാൻ ജസ്റ്റ് ഈ സ്ലൈഡ് ഒന്ന് ഡിലീറ്റ് ആക്കുകയാണ്. ഇതില് ഫോർമാറ്റ് ബാക്ക്ഗ്രൗണ്ട് കളറ് ബ്ലാക്ക് കൊടുക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ ടെക്സ്റ്റ് പോയിട്ടുണ്ട്. അപ്പൊ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് എൻ്റെ കളറ് ബ്ലാക്കിന് വൈറ്റ് തന്നെ ചേരുക ഗൈസ്. ജസ്റ്റ് വൈറ്റ് തന്നെ കൊടുക്കുന്നതായിരിക്കും ഗുഡ്. കുറച്ച് സെന്ററിലേക്ക് ആക്കാം. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഹെഡിങ് മാത്രമേ ഉള്ളൂ. പിന്നെ നമുക്കൊരു ഇമേജ് ആഡ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഇൻസേർട്ട് ടാബിലാണ് എല്ലാം ഇൻസേർട്ട് ചെയ്യാം. ഞാൻ ഇതൊന്ന് ജസ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് സ്ലൈഡ് ആഡ് ചെയ്യാനാണ്. ഇതൊരു ടാബ്, അത് ഞാൻ ഉപയോഗിക്കാറില്ല, ടാബിൽ അങ്ങനെ എന്തോ ആണ്. പിന്നെ ഇത് പിക്ചേഴ്സ്, ഈ ആരോ ക്ലിക്ക് ചെയ്ത് ദിസ് ഡിവൈസ് ക്ലിക്ക് ചെയ്താൽ നമുക്ക് എന്താക്കാം, നമ്മുടെ അടുത്തുള്ള ഇമേജസ് തന്നെ ആഡ് ചെയ്യാം. അല്ലെങ്കിൽ പിക്ചേഴ്സിനുള്ള ഓൺലൈൻ പിക്ചേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് ഇങ്ങനെ ഒരു സ്ക്രീനിലൂടെ വരും. ശേഷം ഇവിടെ സെർച്ച് ചെയ്യാം. നമുക്ക് വേണ്ട സൈബർ സെക്യൂരിറ്റി ആണല്ലോ. നമുക്ക് നല്ലൊരു ഇമേജ് എടുക്കാൻ തോന്നും. ഇമേജിൽ അത്ര ഇപ്പം ശ്രദ്ധിക്കണം നമ്മളെ ചെയ്യുന്നല്ലേ. അതിനുശേഷം സെലക്ട് ചെയ്താൽ അവിടെ ഒരു ടിക്ക് മാർക്ക് വന്നിട്ടുണ്ടാവും. ഇൻസേർട്ട് കൊടുക്കുക, ഇവിടുന്ന് ആവുന്നുണ്ടാവും. ഇത് ജസ്റ്റ് നമ്മുടെ ഇവിടെ വരുമ്പോൾ ഒരു എന്താ ഡയഗണലായ ഒരു ഇത് വരാൻ പറ്റും. ലെഫ്റ്റ് ക്ലിക്ക് നെക്കി പിടിച്ചതിന് ശേഷം ചെയ്താൽ മതി. ഇവിടെ അറേഞ്ച് ചെയ്ത് വെക്കാം. ഇവിടെ വെക്കാൻ തോന്നും, ഇവിടെ വെക്കാം. പിന്നെ 1 മിനിറ്റ് അതൊന്ന് ഡിലീറ്റ് ചെയ്ത് ചില ഫോട്ടോയിൽ വരും. ഇപ്പം നമ്മുടെ ഹെഡിങ് സെക്ഷൻ കഴിഞ്ഞു. ഇപ്പോൾ നമുക്ക് എന്താക്കാം, ന്യൂ സ്ലൈഡ് കൊടുത്തതിന് ശേഷം ഞാൻ അധികം ഫുള്ളും ബ്ലാങ്ക് ആയിട്ട് തന്നെയാണ് കൊടുക്കാറുള്ളത്. അത് തന്നെയാണ് നല്ലത്. അപ്പോൾ നമുക്ക് വല്ല ടൈറ്റിൽ ഓൺലിയും അതൊക്കെ എടുത്താൽ ഞാൻ എടുക്കണ്ടെന്ന് പറയുന്നില്ല, നിങ്ങൾക്ക് ആവശ്യമുള്ളപ്പോൾ എടുക്കാം. ലെഫ്റ്റ് ക്ലിക്ക് വർക്കാവുന്നില്ല, ഒന്ന് വെയിറ്റ് ചെയ്യണേ. ഓക്കെ, നിങ്ങൾക്ക് ഈ സ്ലൈഡിനാണ് ഈ ഫോർമാറ്റ് ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാവും. അത് ക്ലിക്ക് ചെയ്ത് സോളിഡ് ഫിൽ ആണ് എന്താക്കുക ഓട്ടോമാറ്റിക്കായിട്ട് ഉണ്ടാവുക.
നമ്മൾ കളർ മാറ്റിയിട്ട് ബ്ലാക്കിലേക്ക് കൊടുത്താൽ മതി, ആയിക്കോളും. എന്നിട്ട് ജസ്റ്റ് ഇതൊന്ന് ക്ലോസ് ചെയ്യുവാണെങ്കിൽ അവിടെ തന്നെ വെച്ചോളൂ. ഒരു എല്ലാവർക്കും ജസ്റ്റ് ഒരു കോംപ്ലിക്കേറ്റഡ് പോലെ. അപ്പോൾ നമുക്കൊരു ടെക്സ്റ്റ് ആഡ് ചെയ്യണം. ഞാനിവിടെ പകുതിക്കുന്ന നിർത്തിയിരുന്നു. ഇനി ഫോട്ടോ ആൽബം ഒരു ആൽബം ലുക്കിങ് ക്രിയേറ്റ് ചെയ്യുന്നതാണ്. ഇതവിടെ കുറേ പിക്ചേഴ്സ് ആഡ് ചെയ്യുക, പ്രിവ്യൂ ലൈക്ക് ദാറ്റ്, അത്രേ ഉള്ളൂ. ഇത് ആൽബം പോലെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്നത്. ഇതത്ര ഉപയോഗിക്കാറുണ്ട് നമ്മുടെ എന്താ പറയുക എൻഗേജ്മെൻറ്റിലൊക്കെ PPT യൂസ് ചെയ്തിട്ടാണെന്ന് തോന്നുന്നില്ല, ആക്കാറുണ്ട്. പിന്നെ ഇതിനാണ് ഈ ഹോം ടാബിൽ ഉണ്ടാവില്ലേ, ഇവിടെ വരുമ്പോൾ കുറേ ഷേപ്സ് ആണ്. നമുക്ക് ഈ ഫ്ലോ ചാർട്ടിലൊക്കെ നമുക്ക് 3D ആയിട്ടുള്ള ഇമേജസ് ആണ്, സ്റ്റാർസ് ആൻഡ് ബാനേഴ്സ് അതിലൊക്കെ. പിന്നെ ഐക്കൺസ് കൊടുക്കാൻ അപ്പം നമുക്കിങ്ങനെ ഒരു സ്ക്രീന് വരും. നമ്മൾ ഐക്കൺ സെർച്ച് ചെയ്തെടുത്താൽ മതി, വേണ്ട ഐക്കൺ. അപ്പം നമുക്ക് ജസ്റ്റ് വരുന്നില്ലല്ലോ. അതിട്ട് പിന്നെ ഇത് ഞാൻ ആദ്യമായിട്ട് ഉപയോഗിക്കുന്നത്. ഞാൻ ഇതൊന്നും അധികം ഉപയോഗിക്കാറില്ല. ഇത് 3D മോഡൽസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതാണ് ഞാൻ നേരത്തെ പറയുക സ്മാർട്ട് ആർട്ട്. ഇതിൽ നമുക്ക് ഞാൻ പറഞ്ഞ പോലെ സൈക്കിൾ ഞാൻ കാണിച്ചു തരാം. ഇതവിടെ കുറേ സൈക്കിൾസ് ഉണ്ട്. ഇത് വേണമെങ്കിൽ ഞാൻ ക്ലിക്ക് ചെയ്ത് ഓക്കെ അടിച്ചാൽ ഇവിടെ വരും. ഇവിടെ വേണമെങ്കിൽ എഗ്ഗ്, ഹെന്ന് ലൈക്ക് ദാറ്റ് കൊടുക്കുക. ജസ്റ്റ് അതൊക്കെ ഡിലീറ്റ് ആക്കിയേക്കാം. നമുക്കിപ്പോൾ അതൊന്നല്ലല്ലോ ആവശ്യം. സോ ഞാൻ റിക്കമെൻഡ് ചെയ്യുന്നതാണ്. നമ്മൾ ഫസ്റ്റത്തത് ഞാൻ പറഞ്ഞു ഇതേപോലെയാണ് അധികം ആൾ കൊടുക്കുക. സെക്കൻഡ് പേജിൽ നിങ്ങൾക്ക് ഒരു കോമ്പറ്റീഷനൊക്കെ എൻ്റെ സ്കൂളിൽ നടന്നിരുന്നു. ഓക്കെ, ഞാൻ ചെയ്തിട്ടുണ്ട്, റിസൾട്ടൊന്നും വന്നിട്ടില്ല. നിങ്ങൾക്ക് സ്ലൈഡൊക്കെ കുറേ വേണം. മീൻസ് നമ്മുടെ ബുക്സൊക്കെ കാണാറില്ലേ, ഫസ്റ്റ് നമ്മുടെ ചാപ്റ്റേഴ്സ് പേജ് നമ്പറൊക്കെ ഞാൻ ജസ്റ്റ് ഇവിടെ ഒന്ന് ഇവിടെ ആക്കുന്നു. പിന്നെ ഞാൻ വാട്ട് ഇൻക്ലൂഡ്സ് ഇൻ ഇറ്റ് ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ മാർക്ക് കൊടുക്കുക. കളർ മാറ്റാൻ ഈ സമയത്ത് മാറ്റാന്ന് വിചാരിച്ചിട്ടാണ്, മറന്നു പോയിട്ടില്ല. ഇത് ജസ്റ്റ് എനിക്ക് ഇത്രയെങ്കിലും വിട്ട് വേണ്ടി വരും. ഞാൻ ജസ്റ്റ് കൂട്ടി അത്ര മതി. ഓക്കെ, പിന്നെ അവിടെ ഒന്ന് കൊടുത്ത് ഒരു ലൈന് കൊടുക്കാൻ തോന്നും. ഞാൻ ഇൻസേർട്ടിൽ പോയി ഷേപ്സ് ലൈന് ഇവിടുന്ന് ഇവിടം വരെ ഒരു ലൈൻ. അപ്പൊ അതിൻ്റെ കളറ് ഓക്കെ, ലൈന് ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇൻസേർട്ട് പോയതിന് ശേഷം ഒരു ടെക്സ്റ്റ് ബോക്സ് ആഡ് ചെയ്യാൻ തോന്നും. അവിടേക്ക് ഓക്കെ, ടെക്സ്റ്റ് ബോക്സ് തന്നെ ആഡ് ചെയ്യാം. നമുക്ക് ഇവിടുന്ന് ഇവിടം വരെ ഒരു ടെക്സ്റ്റ് ബോക്സ് വേണം. ഓക്കെ, ഇവിടുന്ന് വരെ ടെക്സ്റ്റ് ബോക്സ് വേണം. നമുക്ക് ജസ്റ്റ് ഒന്ന് ഇത് മാറ്റിയിട്ട് ഇതിൻ്റെ കളറൊന്ന് മാറ്റണം.
ഇതിൻ്റെ കളറൊന്ന് വൈറ്റായി കൊടുക്കുക. ക്രൈം. അതിനുശേഷം ഞാൻ ഇത് പോയിന്റ് ആയിട്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ മാട്ടായിട്ടല്ല ഓക്കെ ഇത് കൊടുക്കാം. ഇതിന് ശേഷം ഞാൻ എൻ്റർ കൊടുത്തു. സൈബർ ക്രൈം ടൈപ്സ്. ഞാൻ ജസ്റ്റ് കുറച്ച് ലേടെയാണ്. ടൈപ്സ് ഓഫ് ഹാക്കേഴ്സ്. പിന്നെ താങ്ക് യു പ്ലീസ്. അത്രേ വേണ്ടു. ഞാൻ എനിക്ക് ചെയ്യാൻ അറിയത്തില്ല. ജസ്റ്റ് നമ്മുടെ വീഡിയോൻ്റെ ലെങ്ത്തും കൂടു. പിന്നെ വെറുതെ അങ്ങനെ കൂട്ടിക്കൊണ്ടുപോകണ്ടല്ലോ. അതുകൊണ്ടാണ്. അതിനുശേഷം നമ്മൾ കൊടുക്കാൻ പോകുന്നത് നെക്സ്റ്റ് സ്ലൈഡാണ്. സ്ലൈഡിനായിട്ടൊരു ഇത് കൊടുക്കാണെന്ന് ഇത് കൊടുക്കാം. ഇത് ജസ്റ്റ് ഫോർമാറ്റ് ബാക്ക്ഗ്രൗണ്ട് ജസ്റ്റ് ബ്ലാക്ക് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഇവിടുന്ന് ഞാനെന്താ ഇൻസേർട്ടിൽ പോയിട്ട് എനിക്ക് വേണ്ട ഓൺലൈൻ പിക്ചർ സെലക്ട് ചെയ്യണം. അപ്പം നമുക്ക് ഫസ്റ്റ് വരുന്നത് സൈബർ ക്രൈം എന്ന് വരുന്നൊരു സംഭവമാണ്. അപ്പം നമുക്ക് സൈബർ ക്രൈമിനെ പറ്റി ഇമേജ് ഇത് വെക്കാമെന്ന് തോന്നുന്നു. അത് വെക്കാം. ജസ്റ്റ് ഇതായതുകൊണ്ട് പ്രശ്നമില്ല. നമുക്ക് ഇമേജ് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ജസ്റ്റ് നമ്മൾ ഒന്നിത് ഡിലീറ്റ്. അതിൻ്റെ ടെക്സ്റ്റ് ഹെഡിങ് ആയിട്ട് ഞാൻ സൈബർ ക്രൈം കൊടുക്കുക. അപ്പം അതിനെ കളറ് വൈറ്റ് കൊടുക്കാം. അതിന് ശേഷം ഇത് നമുക്കൊന്ന് സെൻറ്ററിലേക്ക് ആക്കാം. ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് ഫോണ്ട് മാറ്റാം. ഇതിനാ പിന്നെ ഇത് ജസ്റ്റ് പേസ്റ്റ് ചെയ്താണ് കേട്ടോ. വേണമെങ്കിൽ ശരിക്കുള്ള കണ്ടന്റ് എഴുതാം. ഞാൻ ജസ്റ്റ് ഇപ്പോൾ ഇത്ര എഴുതുന്നുള്ളൂ. ഡ്യൂപ്ലിക്കേറ്റ് സ്ലൈഡ് കൊടുത്തതിന് ശേഷം ഡ്യൂപ്ലിക്കേറ്റ് സ്ലൈഡ് ഇതല്ല വേണ്ടത്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഇൻസേർട്ട് പോയതിന് ശേഷം അല്ല, ഫസ്റ്റ് ഞാൻ ഈ സ്ലൈഡ് ഡിലീറ്റ് ചെയ്യണം. ശേഷം ന്യൂ സ്ലൈഡ് കൊടുത്തിട്ട് നമുക്കിപ്പോൾ വേണ്ടത് ടൈറ്റിൽ ആൻഡ് കണ്ടന്റ്. ഇപ്പോൾ ഇവിടെ ഞാൻ എന്തെടുക്കാം? ടൈപ്സ് ഓഫ് ഹാക്കേഴ്സ് ശേഷം ടെക്സ്റ്റ് ആഡ് ചെയ്യുന്നുണ്ട്. ടെക്സ്റ്റ് എനിക്ക് വേണ്ടത് ഫസ്റ്റ് വൈറ്റ്. ഇതെനിക്ക് അറിയുന്നതുകൊണ്ടാണ് ഞാൻ ഇപ്പം ഇതെടുത്തത്. ഞാൻ എൻ്റെ 3-4 പ്രൊജക്ട്സ് ഉണ്ട്. അത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. ജസ്റ്റ് ഒന്ന് റെഫർ ചെയ്ത് പോവാം. ഞാൻ ഓൾറെഡി ചെയ്ത പവർ പോയിന്റ് സ്ലൈഡാണ്. അപ്പോൾ എനിക്ക് തോന്നി വെച്ച് നല്ല ഇതാണ്. ഞാൻ സൈബർ സെക്യൂരിറ്റിന് തന്നെ വേറെ ഒന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു. 10 or 11 slide are there. Then
ശേഷം ഇത് ഫുള്ള് ഹോമിൽ പോയി വൈറ്റ് കൊടുക്കുക. ഇത് ഫുള്ള് ഹോമിൽ പോയി വൈറ്റ് കൊടുക്കുക. ശേഷം ഇത് കൊടുത്ത് ഫോർമാറ്റ് ബാക്ക്ഗ്രൗണ്ട് നമുക്ക് വേണ്ട ബ്ലാക്ക് കൊടുക്കാം. അപ്പം ഇത്രയേ ഉള്ളൂ. അതിന് ജസ്റ്റ് ഒരു 5 സ്ലൈഡ് കൊടുക്കാൻ തോന്നുന്നല്ലേ. ജസ്റ്റ് ഒരു ടൈറ്റിൽ സ്ലൈഡ് കൊടുക്കാം. ശേഷം അവിടെ താങ്ക് യു ജസ്റ്റ് അത്രേ വേണ്ടു. ഇത് ജസ്റ്റ് ഒരു ട്യൂട്ടോറിയൽ ആയതുകൊണ്ട് ഇതിൻ്റെ അഡ്വാൻസ്ഡ് വേണമെങ്കിൽ ഞാൻ നോക്കിയിട്ട് എൻ്റെ ചാനലിടാം. എൻ്റെ സബ്സ്ക്രൈബറൊക്കെ വളരെ കുറവാണ്, ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പം ഞാൻ കളർ വൈറ്റ് കൊടുത്തു. എൻ്റെ ഇടക്കിടക്ക് ലെഫ്റ്റ് ക്ലിക്ക് വർക്കാവുന്നില്ല. ഓക്കെ, ഞാൻ എൻ്റെ മൗസ് ചെറിയൊരു പ്രോബ്ലം ഉണ്ടായതുകൊണ്ട് ഞാൻ വേറൊരു മൗസ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഒരു പ്രോബ്ലം ഉണ്ട്. ഇൻസേർട്ട് അല്ല ഹോമിൽ പോയി ഞാൻ അധികം താങ്ക് യു കൊടുക്കുന്ന ഏരിയൽ നാരോ ആണ്. അപ്പം വേണമെങ്കിൽ നിങ്ങളുടെ ഇൻഫർമേഷനോ അല്ലെങ്കിൽ ഇൻസേർട്ട് ചെയ്ത് പിക്ചറിൽ ഞാൻ ജസ്റ്റ് പിക്ചേഴ്സിൽ പോയിട്ട് ഏതെങ്കിലും ഫോട്ടോ ഓക്കെ ജസ്റ്റ് ഞാൻ ഇത് കൊടുക്കുന്നുണ്ട്. ഞാൻ വേറെ ഫോട്ടോ കൊടുക്കായിട്ടാണ് ഈ ജസ്റ്റ് എഡ്ജ് കൊടുത്തതിന് ശേഷം ഇങ്ങനെയാണ് നമ്മുടെ പിക്ചർ അത്ര ഇതാക്കി കാണിക്കണ്ട, മാക്സിമം ഇത്ര പോയാൽ മതി എന്നാണ് എൻ്റെ റെക്കമെൻഡേഷൻ. അതിനുശേഷം ഇൻസേർട്ടിൽ പോയിട്ട് ഒരു ടെക്സ്റ്റ് ബോക്സ് ആഡ് ചെയ്യണം. നമുക്ക് ഇവിടെ വന്നിട്ട് പ്രസൻറ്റഡ് ബൈ ഹാനി അല്ലെങ്കിൽ എപ്പിക്കോഡ് പ്ലേസ് എന്താന്ന് വെച്ചാൽ കൊടുത്താൽ മതി. അത് ജസ്റ്റ് വൈറ്റ് ആയി കൊടുക്കാം. ജസ്റ്റ് അപ്പോൾ നമ്മുടെ പവർ പോയിന്റ് ട്യൂട്ടോറിയൽ ഇന്ന് ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക, ലൈക്ക് ചെയ്യുക. മാക്സിമം ഈ നമ്മൾ സ്കൂൾ കുട്ടികൾക്കൊക്കെ ഇത് ഉപകാരപ്പെടും. നമ്മുടെ PPT കോമ്പറ്റീഷനൊക്കെ ഉണ്ടാവും. അപ്പോൾ വേറൊരു കാര്യം മറക്കരുത്, ഇതെന്തായാലും സേവ് ആക്കി വെക്കണം. ഞാനിപ്പം ഡോക്യുമെന്റ്സിലേക്ക് തന്നെ സേവ് ചെയ്തൊക്കെയാണ്. ഒന്ന് ക്ലിക്ക് ചെയ്ത ജസ്റ്റ് ഒന്ന് റീസേവ് ചെയ്തതിന് ശേഷം ഇതൊന്ന് ഞാൻ ഫയലിലേക്ക് കൊണ്ട് ഒരു സൈബർ സെക്യൂരിറ്റി 2 ഫയലുണ്ട്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇതെല്ലല്ല ഒരു ഈ 2 ഞാൻ ചെയ്തതിൽ ബെസ്റ്റായി തോന്നിയത് എനിക്ക് ആ 2 മാത്രമാണ്. അപ്പം ഞാൻ ആ 2 മാത്രം നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തരാം. ജസ്റ്റ് ഒരു ഇതിന് ചെയ്തതാണ്. Stay tuned to Epicode Place. This is Hani Nawaz signing out.